വായനാ ദിനം ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ തുഞ്ചൻ പറമ്പ്. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? PN പണിക്കർ. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ആര്? ചെറുശ്ശേരി. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? PN പണിക്കർ. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്നു തുടങ്ങുന്ന കവിത രചിച്ചതാര്? ചെമ്മനം ചാക്കോ. ഓമനത്തിങ്കൾ കിടാവോ എന്നു തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത്? ഇരയിമ്മൻ തമ്പി. കുറ്റിപ്പെൻസിൽ എന്ന കൃതി രചിച്ചതാര്? കുഞ്ഞുണ്ണി മാഷ്. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? വാസനാവികൃതി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ? ഗാന്ധിജി. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക ആരുടെ വാക്കുകൾ? PN പണിക്കർ. വീണപ്പൂവ് എന്ന കവിതയുടെ രചയിതാവ്? കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? കുന്തലത. ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി? കുമാരനാശാൻ. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി? ബാലാമണി അമ്മ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. കൃഷ്ണഗാഥ രചിച്ചതാരാണ്? ചെറുശ്ശേരി. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? AR രാജരാജവർമ്മ. മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ ജംഗിൾ ബുക്ക് എന്ന കൃതിയുടെ രചയിതാവ്? റുഡ്യാർഡ് കിപ്ലിംഗ്. സൂരി നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? ഇന്ദുലേഖ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി? PN പണിക്കർ. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകം. ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര്? കുമാരനാശാൻ. മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവ് ആര്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയിത്രി? സുഗതകുമാരി. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത്? വള്ളത്തോൾ നാരായണ മേനോൻ.
മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം. മഹാഭാരതം രചിച്ചത് ആര്? വേദവ്യാസൻ. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചെറുതുരുത്തി. മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? പമ്പയാർ. ജ്ഞാനപീഠം നേടിയ മലയാളി സാഹിത്യകാരന്മാർ ആരൊക്കെ? ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, എം ടി വാസുദേവൻ നായർ, ഒ എൻ വി കുറുപ്പ്, അക്കിത്ത് അച്യുതൻ നമ്പൂതിരി. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ആരാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപ്പിള്ള. ആൽക്കെമിസ്റ്റ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? പൗലോ കൊയ്ലോ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത്? കോട്ടയം. വാക്കുരുവി വരുകുരുവി വാഴക്കൈമേലിരുകുരുവി. ആരുടേതാണ് ഈ വരികൾ? ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? ജി ശങ്കരക്കുറുപ്പ്. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥ? എസ് കെ പൊറ്റക്കാട്. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേര്? ജീവിതപാത. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ രചിച്ചത്? അപ്പു നെടുങ്ങാടി. കേരളവ്യാസൻ എന്നറിയപ്പെടുന്നത്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മാതൃത്വത്തിൻ്റെ കവയിത്രി, വാത്സല്യത്തിൻ്റെ കവയിത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ആര്? ബാലാമണി അമ്മ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? തൃശ്ശൂർ. എഴുത്തച്ഛൻ്റെ സ്മാരകമായ തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം. രാമായണം രചിച്ചത് ആരാണ്? വാത്മീകി. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യകാരൻ ആര്? എസ് കെ പൊറ്റക്കാട്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത രചിച്ചത് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ശൂരനാട് കുഞ്ഞൻപിള്ള. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മകളുടെ അറകൾ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെ സി ഡാനിയൽ. കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേത്? വി ടി ഭട്ടതിരിപ്പാട്.